ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 3 ആണ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു 2 ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അതിൻ്റെ നേച്ചർ ഓഫ് സൊല്യൂഷൻ, നമുക്ക് ഒരു സൊല്യൂഷൻ ആണോ അതോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണോ അതോ സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയാണോ, ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് അതാണ് നമ്മൾ അത് ആ ചാപ്റ്ററിൽ സെക്കൻഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, പിന്നെ ആ ലീനിയർ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡും യൂസ് ചെയ്യും, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും, എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, ഈ 3 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡൊക്കെ ഉണ്ട്, ബട്ട് അത് ഡിലീറ്റഡ് ആണ്, നമ്മൾ പഠിക്കില്ല. അതുപോലെ തന്നെ ഇതിൽ എല്ലാ എക്സസൈസും ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്കത് സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡോ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ്. ബട്ട് ആകെ ഈ ഒരു എക്സസൈസ് നമ്പർ 3.6, ഓക്കെ, അത് ഇക്വേഷൻസ് റെഡ്യൂസബിൾ ടു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ആ എക്സസൈസ് ഇല്ല. ഓക്കെ, ബാക്കിയുള്ള എക്സസൈസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. 3.6 മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നേച്ചർ ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഒരു 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, 3 സെറ്റ് ഓഫ് ഇക്വേഷൻ. നമുക്ക് എപ്പോഴും ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻ തരണം, അല്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ x - 2y = 0, 3x + 4y = 20. അതാണ് ഫസ്റ്റ് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ഇൻ 2 വേരിയബിൾസ്, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക: a1x പ്ലസ് b1y പ്ലസ് c1 = 0 എന്നുള്ളത്. ഓക്കെ, റൈറ്റ് സൈഡിൽ 0 വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതുക a2x പ്ലസ് b2y പ്ലസ് c2 = 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? x - 2y മൈനസ് അല്ലെങ്കിൽ പ്ലസ് 0 = 0 എന്നാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയോ 3x പ്ലസ് 4y, ആ 20നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -20 = 0. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം ഈ a1/a2. ഓക്കെ, നമ്മൾ a1/a2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ a1/a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a എന്ന് പറയുന്നത് എക്സിന്റെ ഫ്രണ്ടിലുള്ളതാണ്. അപ്പോൾ ഇവിടെ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ a1/a2 = 1/3 ആണ്. ഓക്കെ, ഇനി b1/b2 b1/b2 = -2/4 ആണ്. ഓക്കെ, -2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2. അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ആ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ, ഒരു പോയിന്റിൽ അത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെന്നുണ്ടെങ്കിൽ അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും എക്സിനും വൈക്കും. ഓക്കെ, നമ്മളത് ഇപ്പോൾ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നില്ല, ബട്ട് ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇനി c1/c2 ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇത് നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ്? അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് വരുമ്പോൾ ഇതിൽ നമ്മൾ ഈ ജനറൽ ഫോമിൽ എഴുതിയ ശേഷം a1/a2 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ a1/a2 എന്ന് പറയുന്നത് 2/4 ആയിരിക്കും. അതുപോലെ തന്നെ b1/b2 എന്ന് പറയുന്നത് 3/6 ആയിരിക്കും. c1/c2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -9/-18 ആയിരിക്കും. ഓക്കെ, 9ഉം 18ഉം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം, അത് മറക്കരുത്. അപ്പോൾ -9 ആകും ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ, അതുപോലെ -18. അതായത് അത്
2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 3/6 എന്ന് പറഞ്ഞാലും 1/2 ആണ്. -9/-18 എന്ന് പറഞ്ഞാലും 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? a1/a2 ഈക്വൽ ടു a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കോയിൻസിഡന്റ് ആണ്. ഓക്കെ, കോയിൻസിഡന്റ് ലൈൻസ്, ഒരു ലൈനിന്റെ മോളിൽ മറ്റേ ലൈൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പൊ കോയിൻസിഡന്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു കേസിൽ വരുന്നത്. ഇനി ഈ തേർഡ് ഇക്വേഷൻ, ഓക്കെ, അതിൽ a1/a2 എന്ന് പറയുന്നത് 1/2 ആണ്. b1/b2 എന്ന് പറയുന്നത് 2/4, ഓക്കെ, അതും 1/2 ആണ്. c1/c2 എന്ന് പറയുന്നത് -4/-12, അത് 1/3 ആണ്. ഓക്കെ, ഈ കേസിൽ എന്താണ്? a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോട്ട് ഈക്വൽ ടു c1/c2 എന്നാണ് വന്നത്. മുകളിലത്തേൽ ഈക്വൽ ടു c1/c2 ആണ് വന്നത്. അപ്പോൾ നോട്ട് ഈക്വൽ ടു c1/c2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലൈൻസ് തമ്മിൽ പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് ആണ് നമുക്കുള്ളത്. പാരലൽ ലൈൻസ് ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണ്. ഓക്കെ, ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതാണ് ആ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയാം. അപ്പോൾ ആ ജനറൽ ഫോമിൽ ഈ ഫോർമുലാസ് നോക്കാം. a1/a2 b1/b2 c1/c2 കാൽക്കുലേറ്റ് ചെയ്യുക. അത് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കുക. അതനുസരിച്ചിട്ട് ഈ 3-ൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ സെയിം ഇക്വേഷൻസ് ആയിരിക്കും താഴെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ കേസിനും. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് x-2y ഈക്വൽ ടു 0, 3x + 4y ഈക്വൽ ടു 20. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലൈൻ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ആ 2 ഇക്വേഷൻസിന്റെ ലൈൻ വരയ്ക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ x-2y ഈക്വൽ ടു 0 എന്നുള്ള ലൈൻ ഇവിടെ ഇത് വരച്ചു. അതുപോലെ 3x + 4y ഈക്വൽ ടു 20 എന്നുള്ള ലൈൻ വരച്ചു. അപ്പോൾ ഈ ലൈൻസ് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ Q എന്നുള്ള പോയിന്റ് 4, 2 എന്നുള്ള പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഇവിടെ 4 ആണ്. അതുപോലെ വൈയുടെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ അർത്ഥം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 4ഉം y ഈക്വൽ ടു 2ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ 4,2 എന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അതായത് x ഈക്വൽ ടു 4, y ഈക്വൽ ടു 2. അപ്പോൾ അതാണ് ഇന്റർസെക്റ്റിംഗ് വന്ന കേസിൽ. അപ്പോൾ ഇന്റർസെക്റ്റിംഗ് വന്ന കേസിൽ കണ്ടീഷൻ ഓർത്തിരിക്കുക, a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. അപ്പോൾ അത് ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും, ഒരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തിരിക്കണം. ഇന്റർസെക്റ്റിംഗ് ആണ് ലൈൻസ്, നമുക്ക് ഒരു യുണീക്ക് സൊല്യൂഷൻ, ഒരു സിംഗിൾ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2 കേസ്, ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ കണ്ട സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? 2x + 3y ഈക്വൽ ടു 9ഉം 4x + 6 ഈക്വൽ ടു 18ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ മുകളിലായിരിക്കും അടുത്ത ലൈൻ വരുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇവിടുത്തെ കണ്ടീഷൻ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കോയിൻസിഡന്റ് ലൈൻ ആണ്. ഓക്കെ, കോയിൻസിഡന്റ് ലൈൻസ് ആണ്. അതായത് ഒരു ലൈനിന്റെ മുകളിലായിരിക്കും മറ്റേ ലൈൻ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏത് പോയിന്റ് എടുത്താലും, ഓക്കെ, ഈ ലൈനിൽ കിടക്കുന്ന ഏത് പോയിന്റ്, ഇപ്പോൾ ഇവിടെയുള്ള പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ ഈ പോയിന്റ് എടുത്തു, ഓക്കെ, ഈ പോയിന്റ്, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോഴെല്ലാം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ആ 2 ഇക്വേഷൻ്റെയും സൊല്യൂഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ 0,3 എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും.
3,1 എടുത്തു കഴിഞ്ഞാലും ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. 4.5,0 എടുത്താലും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, കാരണം ഈ ലൈൻ താഴേക്കും മുകളിലേക്കും അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കേസ് വരുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇനി അടുത്ത തേർഡ് കേസ് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, x + 2y = 4, 2x + 4y = 12. അപ്പോൾ ഈ കേസിൽ നമുക്ക് പാരലൽ ലൈൻസ് ആണ് വരുന്നത്. പാരലൽ ലൈൻസ് വരുന്നതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ വരുവാണെങ്കിൽ ഈ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടില്ല. ഓക്കെ, ആ ലൈൻ തമ്മിൽ കൂട്ടിമുട്ടിയാൽ മാത്രമാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, പാരലൽ ലൈൻസ് ആണ്. അതിൻ്റെ ഒപ്പം എന്താ സംഭവിക്കുക, പാരലൽ ലൈൻസ് ആണെങ്കിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ നോ സൊല്യൂഷൻ ആണ് ഈ പർട്ടിക്കുലർ കേസിൽ. അപ്പോൾ 3 കേസും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് 2 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് ഇത് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു വേരിയബിളിനെ മറ്റേ വേരിയബിൾ, അതായത് എക്സും വൈ ആണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്, ആ ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിന്റെ ടേംസിൽ നമ്മൾ എഴുതും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, x - 2y = 0 എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് എഴുതാം, x = ആ 2y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, 0 + 2y എന്ന് വരും, അതായത് 2y എന്ന് വരും. ഓക്കെ, അപ്പൊ x = 2y എന്ന് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ 3x + 4y = 20. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് എക്സ് ഉണ്ട് അല്ലെ, 3x + 4y എന്നുള്ള എക്സ് ഉണ്ട്. ആ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 2y എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ എക്സിന്റെ വാല്യൂവിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ 2y എന്നുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 3 അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതും, ഇൻറ്റു എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാറുണ്ട്, 2y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2y എന്ന് നമ്മൾ എഴുതും. ബാക്കി ഇക്വേഷൻ അതേപടി തന്നെ എഴുതും, +4y = 20. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക, 3 × 2 6. അപ്പോൾ 6y + 4y = 20. അതായത് എന്താണ്, 10y. 6 + 4 10. 10y = 20. അപ്പോൾ y = 20/10 = 2. ഓക്കെ, അപ്പോൾ y = 2 എന്ന് ആൻസർ കിട്ടും. ഇനി വൈയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി എക്സിന്റെ ഒരു റിലേഷൻ കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ x = 2y ആണ്. അപ്പോൾ 2 × വൈയുടെ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പൊ 2 × 2 = 4. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ = 4 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ = 2 എന്ന് കിട്ടി. നമുക്ക് അത് തന്നെയാണ് ഗ്രാഫിക്കലിയും കിട്ടിയേക്കുന്നത്. ഓക്കെ, എപ്പോഴും ആൻസർ സെയിം ആയിരിക്കും, ഒരിക്കലും മാറില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ ഈ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ് എന്നാണ് പറയാം. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 2 ഇക്വേഷനും കൂടി അതിലേതെങ്കിലും ഒരു വേരിയബിളിന്റെ എന്താ പറയാ, കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ, ആ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ സെയിം ആക്കും. ഓക്കെ, അത് എക്സ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വൈ വേണമെങ്കിൽ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം വൈ കൺസിഡർ ചെയ്യാന്ന് വെച്ചോ. അപ്പോൾ വൈ ആണെങ്കിൽ ഇവിടെ നമ്പർ ഫ്രണ്ടിൽ -2 ആണ്, ഇവിടെ താഴെ 4 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടും 4 ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്തോളണം. ഓക്കെ, അതായത് x - 2y = 0 എന്നുള്ള ഇക്വേഷനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 2x - 2 × 2 എന്ന് പറയുമ്പോൾ 4y = 0 × 2 0. ഓക്കെ, അപ്പൊ 2x - 4y = 0. അടുത്ത ഇക്വേഷൻ എന്താണ്, 3x + 4y
ഈക്വൽ ടു 20. നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ 2x പ്ലസ് 3x എന്ന് വരും. ഓക്കെ, 2x പ്ലസ് 3x. ഇവിടെ എന്താ സംഭവിക്കുക? -4y പ്ലസ് 4y എന്ന് വരും. ഓക്കെ, -4y പ്ലസ് 4y എന്ന് വരും. ഈക്വൽ ടു 0 പ്ലസ് 20. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 5x എന്ന് വരും. ഈ -4y പ്ലസ് 4y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് 4yയും കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് 0 ആകും. 4y മൈനസ് 4y എന്നാണ് അത് 0 ആയിരിക്കും. ഈക്വൽ ടു 0 പ്ലസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. അപ്പോൾ എന്താ കിട്ടുക? x ഈക്വൽ ടു 20/5 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. അപ്പോൾ x മൈനസ് 2y ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് കിട്ടിയ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിന്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 മൈനസ് 2y ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? 2yനെ റൈറ്റ് സൈഡിലേക്ക് വിടുമ്പോൾ 4 ഈക്വൽ ടു 2y, അതായത് 2y ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. നമുക്ക് എന്താണ് വാല്യൂസ് കിട്ടുന്നത്? x ഈക്വൽ ടു 4, y ഈക്വൽ ടു 2. ഓക്കെ, അതാണ് എലിമിനേഷൻ മെത്തേഡ്. ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ വൈയുടെ കോയിഫിഷ്യൻ്റ് ആകുമ്പോൾ അത് രണ്ടും ഞാനത് 4 ആക്കി. ഓക്കെ, അത് 4 ആക്കാനായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അത് ആ ഇക്വേഷനിലെ എല്ലാ നമ്പറായിട്ടും, എക്സിൻ്റെ ഫ്രണ്ടിലും ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറായിട്ടും എല്ലാ നമ്പറുമായിട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ.